നമസ്കാരം. സ്പെഷ്യൽ ഡിബേറ്റ് ആരംഭിക്കുകയാണ്. 10 വയസ്സുകാരിയായ സഹോദരിക്ക് MDMA നൽകുന്ന 12 വയസ്സുകാരൻ, 10 വയസ്സുള്ള മകന്റെ ശരീരത്തിൽ ലഹരി കെട്ടിവെച്ച് വിൽപ്പന നടത്തുന്ന പിതാവ്, പോലീസ് പരിശോധനയ്ക്കിടെ ലഹരി വിഴുങ്ങി മരിക്കുന്ന യുവാവ്. എത്ര ഭീതിജനകമാണ് കേരളം കടന്നുപോകുന്ന സാഹചര്യം. ലഹരിയുടെ ഉന്മാദത്തിൽ മാതാപിതാക്കളെയും സഹോദരന്മാരെയും എന്നുവേണ്ട ആരെയും കൊല്ലാൻ മടിക്കാത്ത യുവതലമുറ. കഴിഞ്ഞ 2 മാസത്തിനിടെ നടന്ന ഇത്തരത്തിൽ 30 കൊലപാതകങ്ങളെന്ന് കണക്ക് കേൾക്കുമ്പോഴാണ് ഞെട്ടേണ്ടത്. ഒരുപക്ഷെ വാഹനാപകടങ്ങളിലും പ്രകൃതി ദുരന്തങ്ങളിലും ഉണ്ടാകുന്ന മരണങ്ങളെക്കാൾ കൂടുതൽ ബോധവൽക്കരണം എന്ന പേരിൽ നടക്കുന്ന പ്രഹസനങ്ങൾ ഒരുപാട് നാം കാണുന്നു. വിമുക്തിയും ലഹരി വിമുക്തതയും ഒക്കെ ക്യാമ്പയിനായി നടത്തിയ സർക്കാർ വാഴുന്ന കാലമാണിതെന്ന് ഓർക്കണം. ലഹരി വ്യാപനം ഭീതിജനകമാവിധം കൂടുന്നതല്ലാതെ കുറയുന്ന കാഴ്ചകൾ എവിടെയെങ്കിലുമുണ്ടോ? അപകടകരമായ രാസലഹരി യുവതലമുറയെ കീഴടക്കുമ്പോൾ എന്താണ് ബന്ധപ്പെട്ട വകുപ്പുകൾ ചെയ്യുന്നത്? എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത്?